ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. തങ്കപ്പൻ ചമ്പക്കര തമ്പക്കൻ. കയ്യടി കൊടുക്ക അതേ പറയണ്ട്. തമ്പക്കൻ ഒരു പ്രാവശ്യം വന്നു, കുഴപ്പമില്ല, തങ്കപ്പൻ വരട്ടെ. ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. കുഴപ്പമില്ല, ഇവിടെ ജനിച്ചു വളർന്ന ആളല്ലേ, ഇത്രയും നല്ല രീതിയിൽ മലയാളം പറയണ കുശുമ്പ് കാണിക്കാണ്ട് കയ്യടി കൊടുക്ക. ഇനി എന്നാ അതെ എളുപ്പമുള്ളത് തരാം. ആ അടിപൊളി, എളുപ്പമുള്ളത് തരാം. ഒളരി എന്നൊന്ന് പറഞ്ഞേ. ഒളരി. ആ മുരളി. മുരളി. കളരി. കളരി. കറക്റ്റാണോ? ഒരു കയ്യടി കൊടുത്തേ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒന്നുകൂടി. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒരലിയുടെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. കുഴപ്പമില്ല, ഇവിടെ ഗംഭീരായിട്ട് പറയുന്ന ആളുണ്ട്. ഇത്രയേ ഉള്ളൂ അല്ലേ? ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. കുങ്കിയമ്മ കിണ്ടി കഴിയപ്പോ കിണ്ടി കുണ്ടില് വീണു. കിണ്ടി കുണ്ടില് വീണു. അതെ, കുങ്കിയമ്മ കിണ്ടി കഴിയുമ്പോ കിണ്ടി കുണ്ടില് വീണു. കുങ്കിയമ്മ കിണ്ടി കറിയപ്പോൾ കുണ്ടി കറിയ. ഒന്നുമില്ല, നിർത്തി. മലയാളം പഠിപ്പിക്കല് നിർത്തി. ഒരു കയ്യടി കൊടുത്തേ, നല്ലൊരു കയ്യടി കൊടുത്ത് പറഞ്ഞു വിടാം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. സന്തോഷം വിളിച്ചതിന് ഈ കയ്യടി പോരാ, സ്പെഷ്യൽ കയ്യടി കൊടുക്കണം. ഇനി ആർക്കെങ്കിലും കിണ്ടി കഴിയണോ? ഉണ്ടെങ്കിൽ കയറി പോരാട്ടോ. കിണ്ടി കഴുകാൻ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഇല്ല അല്ലേ? സന്തോഷം കേട്ടോ. ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ, മാതാവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത് കാണിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാല് വേറെ ഒന്നല്ല, നമുക്കൊക്കെ എളുപ്പം അല്ലേ? എന്തായാലും ഈ മലയാള നാട്ടിലൊക്കെ എളുപ്പം വന്ന് അല്ലേ? ദൈവത്തിന്റെ സ്വന്തം നാട്, ആ ദൈവത്തിന്റെ സ്വന്തം നാട്